ഫൈറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഉച്ചക്കത്തെ ലഞ്ചിന് വേണ്ടി നമുക്ക് ഫുഡ് തയ്യാറാക്കാം. അതിലേക്ക് ഞാൻ ഗീ റൈസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഗീ റൈസ് ഒരു 2 കപ്പോളം എടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും നമുക്കൊരു കപ്പ് കൂടി എടുക്കാം. ഇതിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് 2 കപ്പ്. ഇത് നന്നായിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി കുതിർത്തെടുക്കാം. അരി കഴുകി വൃത്തിയായി കഴുകിയിട്ട് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് നേരം നമുക്കിത് സോക്ക് ചെയ്ത് വെക്കാം വെള്ളത്തിൽ. അങ്ങനെ വെക്കുന്നില്ലെങ്കിൽ നമുക്ക് കഴുകി നേരിട്ട് ഉണ്ടാക്കാം. ഞാനിതൊരു 10 മിനിറ്റ് വെച്ചിട്ട് ഞാനിതുപോലെയാണ് തയ്യാറാക്കുന്നത്. അടുത്ത നമ്മൾ ചോറിന് ആവശ്യമുള്ള സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനൊക്കെ ആവശ്യമുള്ളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ 2-3 സ്പൂണ് വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തത്. അതിലാണ് ഞാൻ ഇത് വറുത്തെടുക്കുന്നത്. നമുക്കിതിലിട്ട് കൊടുക്കാം. സവാള റെഡിയായിട്ട് വന്ന് ഇത് നമുക്ക് കോരിയെടുക്കാം. കുറച്ച് കാഷ്യൂസ് കൂടി വറുത്തിട്ടുണ്ട്. കുറച്ച് കിസ്മിസും നന്നായിട്ട് കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, സവാള ഇത് 3 വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ എണ്ണ ഇതിൽ നിന്ന് കുറച്ച് മാറ്റി ഇതിൻ്റെ പകുതിയോളം എടുക്കും. ഇത് കുറച്ച് മാറ്റിയെടുക്കാം. വെളിച്ചെണ്ണ മുഴുവൻ എടുത്തിട്ടില്ല, അതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് ബാക്കി എണ്ണ എടുത്തിട്ട് ഇനി നമുക്ക് നെയ്യ് കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക്. ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് നെയ്യ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ അരിയൊക്കെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് നമുക്കിത് ഒരു 2-3 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ എണ്ണയിലൊന്ന് വറുത്തടിക്കാം. ഒരു പഴയകാല രീതിയാണിത്. പണ്ട് കാലത്ത് എൻ്റെ അമ്മയൊക്കെ ഇതുപോലെയാണ് ഉണ്ടാക്കി നമുക്കൊക്കെ കാണിച്ചു തന്നത്. അതൊന്നും ഇതുപോലെ തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതും ടേസ്റ്റാണ്, ഇതും ടേസ്റ്റാണ്. അത് 2 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം. അരി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഏലക്കായൊക്കെ ചേർത്ത വെള്ളമാണ് ഇത്. അളന്നിട്ട് എടുത്ത വെള്ളമാണ്. ഒരു കപ്പരിക്ക് 2 കപ്പ് വെള്ളം വന്നതാണ്. അപ്പോൾ ഇതിന് ഒഴിച്ചെടുക്കുകയാണ്. തിളച്ച വെള്ളം മാത്രം ഒഴിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. അത് മറന്നു പോകരുത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഫ്ലെയിം കൂട്ടി കൊടുക്കാം. ഒരു 2 സെക്കൻഡ് വരെ ഫ്ലെയിം കൂട്ടിയിട്ട് നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് മൂടിക്കൊടുക്കാം.
അപ്പോൾ നല്ലൊരു മൂടിയുണ്ട്. മൂടി കൊടുത്തതിന് ശേഷം നമുക്ക് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5-8 മിനിറ്റ് വേവട്ടെ. എൻ്റെ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പിന്നെ വറുത്ത് വെച്ച ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക. നമ്മുടെ റൈസ് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.